السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك يا محي ذنوبي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا محي الدين يا محي الدين يا محي الدين يا عبد القادر الجيلاني يا محي الدين يا محي الدين يا محي الدين يا عبد القادر الجيلاني يا محي الدين يا محي الدين يا محي الدين يا عبد القادر الجيلاني ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വേനൽക്കാലത്ത് നാം തുടങ്ങി വെച്ച കുടുംബസംഗമത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം വളരെ ആവേശപൂർവമാണ് ഈ സംഗമത്തെ കാത്തിരുന്നത് എന്ന് പലരുടെയും സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു സംഗമം കൊണ്ട്, ഒരു ക്ലാസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരാളെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തേക്ക് അടുക്കാനും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റും സ്മരണയും അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാനുമുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ സംഗമത്തിൽ പങ്കെടുത്ത പല ആളുകളിൽ നിന്നും, പല സഹോദരിമാരിൽ നിന്നും ആ നിലക്കുള്ള ആശാവഹമായ പ്രതികരണം ഉണ്ടായി എന്നത് ഈ സംഗമം നിർത്താതെ, മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അർഹമുർ-റാഹിമീനായ റബ്ബ് നിഷ്കളങ്കമായ നിലക്ക് യാതൊരു ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാനും സംസാരിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറന്നിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പ്രത്യേകിച്ച് ക്ലാസിന്റെ CD ഇറങ്ങിയതുകൊണ്ട് ഈ സംഗമത്തിന് കുറച്ചാളുകളൊക്കെ ചിലപ്പം സൗകര്യപൂർവ്വം വീട്ടിൽ CD ഏതായാലും ഇറക്കും. അപ്പം അതുകൊണ്ട് പരിപാടിക്ക് പോയിട്ടില്ലെങ്കിലും ക്ലാസ് കേൾക്കാൻ കഴിയുന്നുള്ള ആശ്വാസത്തിലാണ്. പക്ഷേ കാസറ്റ് CD ഇതൊന്നും കണ്ടതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ മുഴുവൻ നന്നായിക്കൊള്ളുന്നില്ല. ഈ സംഗമത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരുകൾ, ഇതൊക്കെ നിരന്തരം നാം ദിക്ർ ചെയ്യുന്ന സദസ്സാണിത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റം അത് വേറെ തന്നെയാണ്. അത് CD കൊണ്ടോ കാസറ്റ് കൊണ്ടോ അല്ലെങ്കിൽ TV കണ്ടിരുന്നത് കൊണ്ടൊന്നും ചിലപ്പോൾ നേടിക്കൊള്ളുന്നില്ല. തൻസിലുർ റഹ്മത്ത് ഇൻദ ദിക്രി സ്വാലിഹീൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേര് പറയുന്നിടത്ത് റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മൾ ദിക്ർ ചെയ്യാനും പറയാനും പ്രസംഗിക്കാനൊക്കെ CD കാസറ്റിനെക്കാണ്ട് ഏൽപ്പിച്ച് നമുക്ക് ഉത്തരവാദിത്വമില്ലാതെ മാറി നിൽക്കുക എന്നുള്ളതല്ല ബുദ്ധി. മറിച്ച് മോമിനീങ്ങളായ ആളുകൾ കൂടുന്ന സദസ്സിൽ ചെന്ന് കൂടുക, സാലിഹീങ്ങളെ പറ്റി പറയുന്ന സദസ്സിൽ പങ്കെടുക്കുക. അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കും, ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. അതുകൊണ്ട് CD ഇറങ്ങിയാലും ഇല്ലെങ്കിലും സംഗമത്തിൽ പങ്കെടുക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു ഇതൊരു സാധാരണ വയത് അല്ലെങ്കിൽ പ്രസംഗ പരമ്പരയൊക്കെ കേൾക്കുന്നത് പോലെ ഒരു ധനസമാഹരണത്തിനോ അല്ലെങ്കിൽ പള്ളി നിർമ്മാണത്തിനോ ഒന്നുള്ള ഒരു സംഗമമല്ലത്. ഇത് നമ്മളുടെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംഗമമാണ്. അതിന് ചിലപ്പം പൈസക്കൊന്നും അത്ര കൂടുതൽ ചിലവില്ല, സിമൻറ്റും കമ്പിയും ഇഷ്ടികൊന്നും വേണ്ട. മനുഷ്യ മനസ്സുകൾ, അതാണ് നമ്മുടെ ഉള്ളിലെ ഈ പള്ളി. ആ പള്ളി നിർമ്മാണമാണ് ഈ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എന്ത് ചിലവ് വന്നാലും ഇവിടെ ഒരു ബക്കറ്റ് പിരിവോ ഒന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ യാതൊരു നിലക്കുള്ള പിരിവോ ഭൗതിക താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ അവസാന കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെ നാനാവഴിക്കും പിശാചിൻ്റെ ആളുകൾ പിടിച്ചു വലിക്കുന്ന ഈ പ്രതിസന്ധി നടന്ന കാലഘട്ടത്തിൽ നാം ചെയ്യുന്നത് തീർച്ചയായും റബ്ബിന് തൃപ്തിപ്പെട്ട, റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്ന ഒരമലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. അതിന് ഞാനും നിങ്ങളും ഒരേ മനസ്സോടുകൂടി ഒരേ താല്പര്യത്തോടുകൂടെ നാം ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഈ സംഭവ ബഹുലമായ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നാം നമ്മുടെ ശാശ്വതമായ പാരത്രിക ജീവിതത്തെ മറക്കാൻ പാടില്ല. പാരത്രിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജീവിത ശൈലി നാം കണ്ടെത്തണമെന്നും അത് നാം പുതുതായി തിരഞ്ഞെടുത്ത് കണ്ടെത്തേണ്ടതില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്താണെന്നതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ കുറി നാം പറഞ്ഞിരുന്നത്. എത്ര തിരക്ക് പിടിച്ച ജീവിതമായിരുന്നാലും പടച്ച റബ്ബുമായി നിരന്തരം നമ്മുടെ ഹൃദയത്തിന് നമുക്കൊരു ബന്ധം, ഒരു കണക്ഷൻ സദാസമയത്തും വേണമെന്നാണ് കഴിഞ്ഞ കുറി നാം പറഞ്ഞത്. പടച്ച റബ്ബുമായി അടിമകളായ നമുക്ക് സദാസമയത്തും നിലക്കാത്ത മുറിയാത്തൊരു കണക്ഷൻ അത് വേണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എങ്ങനെയാ കണക്ഷൻ നിലനിൽക്കും, എങ്ങനെയാണ് റബ്ബുമായിട്ടൊരു ബന്ധം, മുറിയാത്ത ബന്ധം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനെ പറ്റിയും പറഞ്ഞു. അത് സദാസമയത്തും റബ്ബിന് നാം ദിക്ർ ചെയ്യുക, ഇത് മാത്രമാണ് അതിനുള്ള മാർഗം.
അങ്ങനെ ദിക്ർ ചെയ്ത് നമ്മുടെ ഹൃദയം ചൈതന്യവത്താവണം, ജീവസ്സുള്ളതാവണം. അങ്ങനെ ഒരു കുടുംബത്തിലുള്ള വ്യക്തികൾ മൊത്തം നന്നാവുന്ന സമയത്ത് ആ കുടുംബം ചൈതന്യമുള്ള ജീവസ്സുള്ള കുടുംബമായി മാറും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്തി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആള് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്തവൻ, രണ്ടുപേരുടെയും ഉദാഹരണം ഒരുത്തൻ ജീവനുള്ളവനാണ്, ദിക്ർ ചെയ്യാത്തവൻ ശവമാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ദിക്ർ ചെയ്യുന്ന ആളുകളാണ് ജീവനുള്ള ആളുകൾ, ദിക്ർ ചെയ്യാത്ത ആളുകൾ ശവങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ജീവനുള്ളത് അല്ലെങ്കിൽ ശവം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ജീവൻ ഉണ്ടാവുക, കാരണം നമ്മളൊക്കെ ഇപ്പോൾ കയ്യും കാലും കണ്ണൊക്കെ ആയിട്ട് നല്ല ജീവൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മളടുത്ത് കാണാനുണ്ട്. പിന്നെ ഇപ്പോൾ ദിക്ർ ചെയ്യാത്ത ആൾക്കാർ ചത്ത ശവമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്താണ് അതിൻ്റെ താല്പര്യം? ഒരു ഹൈറായ ഒരു നല്ല കാര്യങ്ങളും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അനുഷ്ഠിക്കാനോ കഴിയാത്ത ആളാണ് യഥാർത്ഥത്തിൽ ചത്ത ശവത്തിന് തുല്യം. അപ്പോൾ ദിക്ർ ചെയ്യാത്ത ആളുകളിൽ നിന്ന് ഒരു നല്ല കാര്യവും പ്രതീക്ഷിക്കണ്ട. നന്മ ചിന്തിക്കാനോ നല്ലത് പ്രവർത്തിക്കാനോ ഒന്നിനും അവർക്ക് കഴിയില്ല. ചത്ത ശവത്തിനൊന്നും നടത്താൻ കഴിയാത്തതുപോലെ തന്നെ അവന് ജീവനുണ്ടെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നൊരു കവി പറഞ്ഞതുപോലെ ദിക്ർ ചെയ്യാത്ത ആളിൽ നിന്ന് ഒരു ഹൈറായ കാര്യങ്ങളും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അവനൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഷൂമാണ്, ആ വീട്ടിൽ ഭാഗ്യക്കേടാണ്. നമ്മൾ പറയില്ലേ പിന്നെ നെഹ്സാണ്. അപ്പോൾ ദിക്ർ ചെയ്യാത്ത ആളൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ വേറെ നെഹ്സ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെയാണ് ആ വീട്ടിലെ നെഹ്സ്. ഇങ്ങനെ ഒരുപാട് നെഹ്സുകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും അസ്മാവ് കൊണ്ടോ മറ്റ് ചികിത്സ കൊണ്ടോ അല്ലെങ്കിൽ കളം വരച്ചത് കൊണ്ടോ മന്ത്രിച്ചത് കൊണ്ടോ ഒന്നും മാറുന്ന നെഹ്സല്ലത്. അതാണ് മറ്റൊരു ഹദീസിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ റിയാദുസ് സാലിഹീനിലൊക്കെ പ്രബലം ഹദീസായിട്ട് കാണുന്നു. മസലുൽ ബൈത്തില്ലദീ യുദ്കറു ഫീഹി വല്ലദീ ലാ യുദ്കറു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഇത് വ്യക്തിയെ പറ്റി പറഞ്ഞതുപോലെ ഒരു വീടിനെ പറ്റിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറു ഫീഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യപ്പെടുന്ന ഒരു വീട് എന്ന സംഗതി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ ഇവയൊക്കെ കൂടുമ്പോഴാണ് ഒരു കുടുംബമെന്ന്. അപ്പോൾ ഒരു കുടുംബം, ദിക്ർ ചെയ്യുന്ന കുടുംബം, ദിക്ർ നടക്കുന്ന കുടുംബം, ഒരു വീട്, ദിക്ർ ചെയ്യാത്ത വീട്, ഇത് രണ്ടും ഒന്ന് മരിച്ച ശവങ്ങളുള്ള വീടാണ്. നമ്മൾ പ്രേത വീട് എന്ന് പറഞ്ഞ പോലത്തെ വീടാണ് ദിക്ർ ചെയ്യാത്ത വീട്. ദിക്റുള്ള വീട് ചൈതന്യമുള്ള വീടാണ്, എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഏതെങ്കിലും കാലത്തേക്ക് നീക്കിവെക്കാനോ നീട്ടിവെക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. വളരെ വ്യക്തമായി കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി ഈ ചൂടുകാലം കഴിയട്ടെ എന്ന് വെക്കാൻ പറ്റുക, ചൂടത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ കാലിന് ലേശം കാലിന് മുട്ടൊക്കെ കടച്ചിലുണ്ട്, അതിനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നാണ് ഇരിക്കുക എന്ന് വെക്കാൻ പറ്റുമോ? യാതൊരു നിർവാഹമില്ല, ഒരു ഒഴികഴിവും പറയാനില്ല. ആ നിലക്ക് വളരെ കർശനമായി കർക്കശമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്ർ ചെയ്യുന്നവൻ ജീവനുള്ളവനാണ്, അവൻ ഐശ്വര്യമുള്ളവനാണ്. ദിക്ർ ചെയ്യാത്തവൻ ചത്ത ശവമാണ്. ദിക്ർ ചെയ്യുന്ന ആളുകളുള്ള വീട് ഐശ്വര്യമുള്ള വീടാണ്, ചൈതന്യമുള്ള വീടാണ്. ദിക്ർ നടക്കാത്ത വീട് അത്
ശവങ്ങളുടെ വീടാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ വഴുതു പറയേണ്ട ആവശ്യം പിന്നുണ്ടോ? പിന്നെ കൂടുതൽ ഇങ്ങനെ പ്രസംഗിച്ച് നേരം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കഴിവിൻ്റെ പരമാവധി നമ്മൾ അധ്വാനിക്കുക. ഇപ്പോൾ കുടുംബ സംഗമത്തിൽ, എല്ലാ ഫാമിലി സംഗമത്തിലും നമ്മൾ കുടുംബത്തിലുള്ള യോജിപ്പും കാര്യങ്ങളും ഒക്കെ നേരാക്കുക. ഇതൊക്കെ ഇപ്പോൾ കാര്യമായിട്ടൊരു വഴുതിൽ പ്രതീക്ഷിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ വരുന്ന നമ്മളെ സഹോദരന്മാർ, വാപ്പാർക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും, ഉസ്താദിൻ്റെ വഴുത് കേട്ട് കഴിഞ്ഞാൽ മക്കളൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ അത് നന്നായിരുന്നു, വീട്ടിൽ ഐശ്വര്യം കിട്ടിയിരുന്നു. കാരണം വാപ്പാൻ്റെ വിചാരം വാപ്പ നന്നായിക്കണ്, മകൻ നന്നായിക്കോട്ടെ. തള്ളാർ ചിലപ്പം വിചാരിക്കും മാതാപിതാക്കളോടുള്ള ആ ഖുർആൻ്റെ കൽപ്പനകളും നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താൽ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നന്നാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൽ സുൽഹുണ്ടാക്കാനും ഐക്യമുണ്ടാക്കാനും പരസ്പര സ്നേഹവും സൗഹൃദമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു വയതാണ് അധിക ആൾക്കാരും പ്രതീക്ഷിക്കുക. പക്ഷേ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വന്തം നന്നാവുക എന്നുള്ളതാണ് കുടുംബം നന്നാക്കാനുള്ള ഏറ്റവും വലിയ പോംവഴി. ഡയറക്റ്റായ മാർഗം അതാണ്. അല്ലാതെ നമ്മൾ കുറേ നിയമങ്ങളാണ് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ പള്ളിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ പാലിക്കേണ്ട അദബുകൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഇട്ടിട്ട് വലിയൊരു കലണ്ടർ അവിടെ കാണും. പള്ളിയിൽ കയറിയ മൊബൈൽ ഓഫാക്കണം, അങ്ങനെ തുടങ്ങിയുള്ള നിയമങ്ങളൊക്കെ. എന്നതുപോലെ തന്നെ കുടുംബത്തിൽ പിന്നെ സമാധാനം ഉണ്ടാവാൻ, കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനുസരണം ഉണ്ടാവാൻ, അല്ലലും വലമ്പുമില്ലാത്തൊരു കുടുംബം, സമാധാനപരമായൊരു കുടുംബം, അതിന് കുറേ നിയമങ്ങളാണ് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല പ്രായോഗികമായിട്ടുള്ളത്. കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും നന്നാവാൻ ശ്രമിക്കുക. അതിന് തുടക്കം കുറിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കൾ തന്നെ തുടക്കം കുറിക്കണം. കുടുംബനാഥൻ, പിതാവ് നന്നാവണം. പിതാവ് നന്നായാൽ മാത്രം പോരാ, മാതാവ് നന്നാവണം. രണ്ടുപേരും യഥാർത്ഥ ചൊവ്വായ മാർഗത്തിലായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊക്കെ അതിൻ്റെ ഒപ്പം വളരെ ഈസിയായിട്ട് നന്നാവും. ഇതാണ് അതിനുള്ള മാർഗം. ബഹുമാനപ്പെട്ട മൈമൂനത്തു സൗദാ റളിയല്ലാഹു അൻഹ മഹദിയവളുടെ ചരിത്രം കുടുംബസംഗമത്തിലിടക്ക് ഓരോ ചരിത്രം വെച്ച് കൊടുക്കണമെന്നാണ് സംഘാടകരുടെ ആവശ്യം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ 2-3-4 ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ കാര്യമായിട്ട് ഇപ്പോൾ ഉള്ളതെന്നാണ് കഴിഞ്ഞ സംഗമം കേട്ട നമ്മൾ സുഹൃത്ത് പറഞ്ഞത്. ബാക്കി ഉസ്താദ് പല സംഗതികളും ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ടുണ്ട്. എല്ലാം സംഗതി തന്നെയാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആ 2-3-4 ചരിത്രം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ വഴുത് കേട്ടാൽ വഴുത് മനസ്സിൽ കയറുക. ചില ആൾക്കാർക്ക് ചരിത്രം അങ്ങനെ പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകണമെന്നുള്ള കാര്യം എന്താ വെച്ചാൽ പറഞ്ഞുകൂടെ അങ്ങനെ ഉണ്ടാവും. ഏതായാലും രണ്ടു കൂട്ടരും മാനിക്കുമ്പോൾ ഇടക്ക് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹദികളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട സ്ത്രീരത്നങ്ങൾ, അവരുടെ ചരിത്രം ഓർമ്മിക്കുക എന്നുള്ളതൊക്കെ ഈ സദസ്സ് കൂടുതൽ ബറക്കത്തുള്ളതാവാൻ ഏറ്റവും നല്ല കാര്യമാണ്. ബഹുമാനപ്പെട്ട മൈമൂനത്തു സൗദാ റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു മഹദി ഉണ്ടായിരുന്നു പഴയ കാലത്ത് തന്നെ ഹിജ്റയ്ക്ക് ശേഷം 3-ാം നൂറ്റാണ്ടിൽ തന്നെ, ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട മൈമൂനത്തു സൗദാ റളിയല്ലാഹു അൻഹ. ഈ മൈമൂനത്തു സൗദായിനെ നാം പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, മഹാനായ പണ്ഡിതനും മഹാനായ അള്ളാഹുവിൻ്റെ വലിയുമായിരുന്നു അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുന്ന് പറയാൻ 3 ദിവസം അടുപ്പിച്ച് പടച്ചവനോട് ചോദിച്ച്, റബ്ബേ, നാളെ ആഖിറത്ത് ചെന്നാൽ, സ്വർഗത്ത് ചെന്നാൽ എൻ്റെ കൂട്ടുകാരൻ ആരായിരിക്കുമെന്ന് എനിക്കൊരു വിവരം തരണം. സ്വർഗത്തിലുള്ള എൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് എനിക്ക്. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അന്ത റഫീഖി ഫിൽ ജന്ന, ഈ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ ഓരോരുത്തർക്കും സ്വർഗത്തിൽ കൂട്ടുകാരുണ്ടാവും. വെറും ഹൂറുലീങ്ങളും മറ്റുമായിട്ട് അങ്ങനെ കഴിയുമ്പോൾ എന്ത് രസമുള്ളത്. നമുക്ക് ഇവിടെ പോയി കൂടിയമായി തന്നെ അവിടെയൊക്കെ കൂടാൻ കഴിയടക്ക സംഗമവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ സുഖമുള്ള പണിയത്. അപ്പോൾ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പടച്ചവനെ, സ്വർഗത്തിലുള്ള എൻ്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരണം, എൻ്റെ കൂട്ടുകാരാണെന്ന് എനിക്ക് കാണിച്ചു തരണം. 3 ദിവസം അടുപ്പിച്ച് ദുആ ചെയ്തപ്പോൾ
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് അബ്ദുല്ലാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി. റഫീഖുക ഫിൽ ജന്നത്തി മൈമൂനത്തു സൗദാ, നിങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനല്ല കൂട്ടുകാരി ആരാണ്? മൈമൂനത്തു സൗദാ എന്ന് പറയുന്നൊരു പെണ്ണാണ്. അപ്പം ഞാൻ ചോദിച്ചു, അയിനഹിയ, എവിടെയാണോള്? മൈമൂനത്തു സൗദാ എന്ന് പറഞ്ഞ പെണ്ണ് എവിടെയെന്ന്. അവൾ ഇന്നാലിൻ്റെ കുടുംബത്തിലുള്ള ആളാണ്, കൂഫയിലാണ് അവൾ നിന്ന്. അപ്പോൾ കൂഫയിലുള്ളൊരു പെണ്ണാണ് മൈമൂനത്തു സൗദാ. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ സ്വർഗത്തിലെ ഈ കൂട്ടുകാരിയെ തെരഞ്ഞ് കൂഫയിലേക്ക് പോവുകയാണ്. കൂഫയിലേക്ക്. കാരണം നാളെ സ്വർഗത്തിൽ ചെന്നാൽ കാണാനുള്ളതാണ് അവിടുത്തെ ഭാര്യയും കൂട്ടുകാരിയൊക്കെയാണ്. അപ്പോൾ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. കൂഫയിൽ ചെന്ന് നോക്കുമ്പോൾ ചില സ്ഥലത്തൊന്നും അന്വേഷിച്ചപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. അതിലൊരു ഭാഗത്ത് ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ മൈമൂനത്ത് സൗദ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ആളൊന്നും അന്വേഷിക്കേണ്ട ഒരാളൊന്നുമല്ല, അതൊരു പിരാന്തത്തിയാണ് തന്നെ. അവിടുത്തെ ഒരു മൈമൂനത്ത് സൗദ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കരിമ്പിയാണ്, അത് കറുത്തിട്ടൊരു പെണ്ണാണ്, അതിനാരും ശ്രദ്ധിക്കൂല. അതോടുകൂടെ പെണ്ണ് പിരാന്തുള്ള പെണ്ണാണ്. അപ്പോൾ എന്താ പിരാന്തെന്ന്? ഓളിങ്ങനെ ആയിക്കൂടുന്ന കൂടി ഇങ്ങനെ നടക്കുന്നതാണ്, അങ്ങനത്തെ ഒരു പിരാന്തത്തി പെണ്ണാണ്. എനിക്കിപ്പോൾ ഓളൊന്ന് കാണണം. ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കാണാൻ പോകണ്ട. എന്തിനാ അതിനെ കാണാൻ പോകണം? നിങ്ങൾ വലിയ പണ്ഡിതനും മഹാനൊക്കെയാണ്, അല്ല എനിക്ക് കണ്ടേ പറ്റുകയാണ്. അപ്പോൾ ചിലപ്പം ഖബർസ്ഥാനുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പോയി നോക്കാം. അങ്ങനെ ആ സൂചന കിട്ടിയതനുസരിച്ച് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരു പെണ്ണ് ആടിനെ മേച്ചുകൊണ്ടിരിക്കുക. ഈ മൈമൂന ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ സ്വർഗത്തിലെ കൂട്ടുകാരിയെ കാണുന്നത് ആടിനെ മേക്കുന്ന ആട്ടിടയായിട്ടാണ് കാണുന്നത്. ആടുകളൊരു ഭാഗത്ത് മേഞ്ഞ് നടക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെന്നായ്ക്കളും അങ്ങനെ നടക്കുന്നുണ്ട് അവിടെ. ഈ ചെന്നായ്ക്കളാണ് ചുറ്റിലും നമുക്കുള്ളത്. അതിനിടയിൽ ആടെന്താണ് റബ്ബെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് തവൻ്റെ പാട്ട് കാണാൻ ചെന്നായിനെ കണ്ട ആടിൻ്റെ ബേജാറ് പറയണ്ടോ? ചെന്നായിക്ക് ആകെ വേണ്ടത് ആടിനെയാണ്. പക്ഷെ അവിടെ നോക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല, വളരെ സമാധാനപരമായിട്ട് ആടുകൾ മേഞ്ഞ് തിന്നുന്നു. ഈ ചെന്നായ്ക്കളാണെങ്കിൽ ഇവരെ പറ്റി ശ്രദ്ധിക്കാതെ അവരും അവരെ കാര്യമായിട്ട് അങ്ങനെ നടക്കും. ഈ ആടിനെ നോക്കുന്ന പെണ്ണ് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, സുന്നത്ത് നിസ്കാരത്തിലാണ്. ഇവിടെ ചെന്നായ്ക്കളുണ്ടെന്നുള്ള ബേജാറൊന്നും മുപ്പത്തിരിക്കില്ല. ഒരു വടി അവിടെ മുമ്പിൽ നാട്ടിയിട്ടുണ്ട്. ആ വടിൻ്റെ മുകളിലൊരു കമ്പിളി പുതപ്പ് തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിസ്കരിക്കണമുണ്ട്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അടുത്തെത്തിയ സമയത്ത് മൈമൂന റളിയല്ലാഹു അൻഹ നിസ്കാരം ചുരുക്കി. എന്നിട്ട് സലാം വീട്ടി. സലാം വീട്ടിൻ്റെ ശേഷം പറഞ്ഞു, ഇർജി ഇബ്ന സയ്യിദ് ലൈസൽ മൗഇദ് ഹുനാക് ഇന്നമൽ മൗഇദ് ഗദൻ. ഇബ്നു സയ്യിദ്, അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് ഇപ്പം തിരിച്ചു പോകണം. വാഗ്ദത്ത സമയം ഇതല്ല, നാളെ ആഖിറത്തിലാണ് എന്ന് സലാം വീട്ടിയ ഉടനെ പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണ പിരാന്തത്തിലെ കേമി തന്നെയാണ് എന്ന് അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. അപ്പോൾ അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യർഹമുക്കില്ലാ മൻ അലമക്കി അന്നി ഇബ്നു സയ്യിദ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഞാൻ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദാണെന്ന് എനിക്ക് ആരാ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറയാണ്, അമാ അലിംത അന്നൽ അർവാഹ ജുനൂദ് മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ ഫമാ തനാക്കറ മിൻഹാ ഇഖ്തലഫ. ഈ മനുഷ്യൻ്റെ ആത്മാവുകൾ ഓരോ സംഘങ്ങളാണെന്നും ഈ സംഘം ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം പരിചയപ്പെട്ട ആ സംഘത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഈ ഭൗതിക ലോകത്ത് വന്നാലും അവർ തമ്മിൽ അറിയും, പരിചയപ്പെടുമെന്നും ആലമുൽ അർവാഹിൽ ഈ സംഘത്തിൽപ്പെടാതെ മാറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരിവിടെ വന്നാലും അതേപോലെ തന്നെ ആ അപരിചിതത്വം ഉണ്ടാകുമെന്നൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് എന്തിനാ വെറുതെ ഈ ഫുദൂലാത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നേരം കളയണമെന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ കാര്യം മനസ്സിലായത് സാധാരണ പെണ്ണല്ല അത്. അപ്പോൾ പറഞ്ഞു, എഴുതീനി എനിക്കൊരു ഉപദേശം, ഒരു വഅദ് പറഞ്ഞിരുമെന്ന് ചോദിച്ചു. ആരോടെ കേൾക്കണത്? ഇതന്നെ വലിയ വഅദിനാണ്.
ഈ മൈമൂന ബീവിനോട് പറയുകയാണ് എനിക്കൊരു വഴുത് പറഞ്ഞു